ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അവർക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായി കണക്ട് ആവാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 5 of Wands, Death, 4 of Swords, 9 of Cups, Hanged Man, Ace of Swords. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷനാണ്, റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ അല്ല. ഈ ഒരു വ്യക്തിയുടെ സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഇപ്പോൾ ആദ്യത്തെ 3 കാർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഓർഡർ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപിടി, കലഹം, ആർഗ്യുമെൻറ്റ്സ്, ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇവിടെ നമുക്ക് ഡെത്ത് എനർജിയാണ്. ഒരു വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവിടെ ഒരു എൻഡിങ് സംഭവിക്കും. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അടിബഹളങ്ങൾ, കാര്യങ്ങൾ അവസാനിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ഈ പറഞ്ഞതുപോലെ ഒരു എൻഡിങ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന റെസ്റ്റിംഗ് ആണ്. ഒരു വലിയ യുദ്ധത്തിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ശ്വാസം വിടുക എന്ന് പറയില്ലേ, ആ പറഞ്ഞൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതിപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥ നിങ്ങളുമായിട്ട് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റാരെങ്കിലുമായിട്ട് ഉണ്ടായ ഒരു സാഹചര്യമാണോ എന്നുള്ളത് അറിയില്ല. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. അതായത് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾ എല്ലാം ഈ ഒരു പേഴ്സൺ അനുഭവിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു എൻഡ് വന്നിട്ടൊന്ന് നമ്മൾ ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുക, വെയിറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു 9 ഓഫ് കപ്സ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഒന്നൊറ്റയ്ക്ക് മാറി നിൽക്കുന്നൊരു സമയമായിരിക്കണം. ഇപ്പോൾ നിങ്ങളല്ല, ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ചൊരു സമയം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ എല്ലാ രീതിയിലും കാര്യങ്ങളൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു വരുംവരാഴികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ കാര്യങ്ങളായിരിക്കാം, ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കാം, എല്ലാം ഒന്ന് ആലോചിച്ച് ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മോഡിലാണ് നമുക്ക് ഈ പേഴ്സണെ ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നടന്നതാണോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റേതെങ്കിലും തരത്തിൽ സംഭവിച്ച ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഉണ്ടായ അടിപിടി ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഒരു വലിയൊരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാത്തിനും ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് ചില കാര്യങ്ങളെക്കുറിച്ച് വലിയ പിടുത്തം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാവരിൽ നിന്നും വിട്ട് സ്വയം അവനവനായിട്ട് കുറച്ചൊരു സമയം മാറ്റി വെച്ച് സ്വന്തം കാര്യത്തിലേക്ക് കുറച്ച് ശ്രദ്ധ കൊടുത്ത് എല്ലാം ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിൽ തന്നെ ആയിരിക്കാം. ഇപ്പോൾ ചില കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യമായിരിക്കും ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്താൻ, അല്ലെങ്കിൽ വ്യക്തത വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് തന്നെ നമുക്കിത് കാണാം. അപ്പോൾ നമുക്കിനി നോക്കാം, ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ വ്യക്തി
നിങ്ങളെങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോൾ അവരുടെ ഒരു മനോഭാവം എന്താണെന്നുള്ളത് നമുക്കറിയാം. Okay, participation, rebirth, breakthrough, playfulness, creativity, understanding, innocence, control, change, receptivity, celebration, we are the world. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ആ ഒരു കണക്ഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയത് നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ, അവരുടെ മാത്രം സിറ്റുവേഷൻ ആയിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ പോലും അല്ല. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞാണ് ആ ഒരു ഡെത്ത് എനർജി അല്ല. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ആ ഒരു സിറ്റുവേഷൻ നിങ്ങളോടാണോ, അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും സാഹചര്യമോ മറ്റേതെങ്കിലും വ്യക്തികളോടാണോ എന്നുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നോണം ഈ ഒരു റീബർത്ത് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത്രയും നമ്മൾ എടുത്ത രണ്ട് സ്പ്രെഡും തമ്മിൽ കണക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ഒരു ക്ലാരിറ്റി തരുന്നു എന്ന് തന്നെ പറയാം. അതായത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങളുമായിട്ടായിരുന്നു ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഏകദേശം ഒരു അവസാനിച്ച മട്ട് വരെ പോയത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എല്ലാവരും കൂടി ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മൊത്തത്തിൽ തകർന്നടിഞ്ഞ് അവസാനിച്ച ഒരു മട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ പരസ്പരമുള്ള ക്ലാരിറ്റി ഇല്ലായ്മയോ അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ കറൻലി നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് തന്നെ, നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ പാർട്ടിസിപ്പേഷനാണ്. പാർട്ടിസിപ്പേഷൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് ഒന്ന് ചേരാനുള്ള ആ ഒരു വ്യക്തിയുടെ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നമുക്കിവിടെ റീബർത്ത് വന്നു, നേരത്തെ നമുക്ക് ഡെത്താണ് വന്നത്. അപ്പോൾ ഒരു അവസാനം, ഒരു എൻഡിങ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്, ഒരു റീബർത്ത് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തീർത്തും ഒരു നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ പോയി അവസാനിച്ചു എന്ന മട്ടിൽ വന്നിട്ടുള്ള ആരുടെയൊക്കെയോ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയ പേഴ്സൺസിൻ്റെ ഒരു എനർജിയാണ് എന്നുള്ളത് തന്നെ പറയാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിവിടെ വന്നിട്ടുള്ളത് ആ ഒരു ബ്രേക്ക് ത്രൂ എനർജിയാണ്. ബ്രേക്ക് ത്രൂ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സഡൻ ആയിട്ടുള്ള വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരു പുഷ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം. അതായത് എന്തൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണോ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നത്, അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാം തട്ടിത്തെറിപ്പിച്ച് വീണ്ടും കയറി വരിക എന്ന് പറയില്ലേ, ആ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജിയാണ്. അതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയാണ്, അല്ലെങ്കിൽ അത്രയും ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു എനർജി തന്നെയാണത്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേഫുൾനെസ് ആണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു ഫയറി എലമെൻ്റ് ഒക്കെ വളരെ കയറി നിൽക്കുന്ന ഒരു എനർജിയാണ്. തീക്ഷ്ണമായിട്ട് ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നേരത്തെ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ നമ്മളതിൽ കണ്ടതാണ്, അവർ മൊത്തത്തിൽ എല്ലാത്തിൽ നിന്നും ഒന്ന് വിട്ട് അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എല്ലാത്തിൽ നിന്നും ഒന്ന് ഒതുങ്ങി അവനവന് വേണ്ടി കുറച്ചൊരു ടൈം കണ്ടെത്തുക, ഒരു സ്പേസ് എടുക്കുക എന്ന് പറയുന്നത് പോലെയുള്ളൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വന്നത് കൂടുതലൊരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നമുക്ക് നിന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ളത് പോലെ തന്നെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയി മാറി നിന്നൊരു പീരീഡിലായിരിക്കാം അവർക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വന്നത്, അല്ലെങ്കിൽ അവർ കൂടുതൽ കാര്യങ്ങൾ അനലൈസ് ചെയ്തപ്പോഴായിരിക്കാം എന്തെങ്ങനെയൊക്കെയെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്.
അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു എനർജിയാണ്. കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ചില ബ്രേക്ക് എന്നൊക്കെ പറയുന്നത് ചില റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമാണ്. ഇപ്പോഴും ചിലപ്പോൾ അടി ബഹളങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ്, അപ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കലഹമോ കാര്യങ്ങളോ രണ്ട് വശത്തു നിന്നുള്ളൊരു പുഷ് ആൻഡ് പുള്ളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ തലക്ക് ഭ്രാന്ത് പിടിച്ച് പോവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ പലരും പോകാറുണ്ട്. അതേസമയം ഒരു ഡൗൺഫോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംഗതി വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് റിലാക്സ് ആവും, അല്ലെങ്കിൽ കുറച്ചൊന്ന് ആലോചിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് എല്ലാ ആംഗിളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് നേരത്തെ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെ ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് മനസ്സിലായത് ഈ ഒരു ടൈം പീരീഡിലായിരിക്കും. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എവിടെയാണോ എൻഡായി പോയത്, അല്ലെങ്കിൽ എവിടെയാണോ ഇത് അവസാനിച്ചു എന്ന് കരുതുന്നത്, അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ രീതിയിലും. ഇപ്പോൾ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും അല്ല ഫിസിക്കലി ആയിക്കോട്ടെ അല്ല മെൻ്റലി ആയിക്കോട്ടെ, എല്ലാ തരത്തിലും കണക്ട് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിയേറ്റിവിറ്റി എനർജി, ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഉണ്ടാവേണ്ടി വരുന്ന അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ അവരുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർക്ക് എല്ലാ രീതിയിലും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ചിന്തിച്ചപ്പോഴാണ് അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ചിലപ്പോൾ നിങ്ങൾ തമ്മിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടിയുടെ ഒരു പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവരത് മനസ്സിലാക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം തേർഡ് പാർട്ടി കാരണമാണ് നമുക്കിടയിൽ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരാണ് നിങ്ങൾക്കിടയിൽ പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിലൂടെ മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ആവണം, അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രോഗ്രസ് വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ടൈം പീരീഡാണ്. നമ്മൾ നെക്സ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഇന്നസെൻസ് എനർജിയാണ്. അതാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബ്രൈറ്റ്നെസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഏറ്റവും നന്നായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടു കൂടി ഇതിനി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ കാണിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അകന്ന് മാറി ഒരു ഡിസ്റ്റൻസ് ഇട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് ഒതുങ്ങി നിന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ കൂടുതലായിട്ട് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഇനി പുറകെ ചെന്നിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ചൊരു അഹങ്കാരത്തോടെ മാറി നിൽക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ ഒരു പേഴ്സൺ വലിയൊരു ഈഗോ കാണിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മിണ്ടുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആവാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം സംഭവിച്ചതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്നസെൻസ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചൈൽഡ് ലൈക്ക് എനർജിയും കൂടിയാണ്. അതായത് ഒരു ഒരു കുട്ടിയെ പോലെ എന്ന് പറയുമ്പോൾ കുട്ടികളുടേതായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വഴക്കോ ബഹളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിപിടി ഉണ്ടെങ്കിൽ അവർ അപ്പം തന്നെ അത് മറക്കും. അല്ലെങ്കിൽ ആ വഴക്കിട്ട വ്യക്തിയോട് തന്നെ വീണ്ടും വന്ന് പെട്ടെന്ന് കൂടിയെന്ന് വരാം. അതായത് മനസ്സിനകത്ത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല. അവരുടെ ആ ഒരു സന്തോഷം എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വഴക്കെന്താണോ അത് എക്സ്പ്രസ് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ പോകുന്ന അതാണ് ആ ഒരു കുട്ടിയുടെ ഒരു നിഷ്കളങ്കത, ഇന്നസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയൊരു കൺട്രോൾ അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ട് അങ്ങനെ ഒരു ബലംപിടുത്തത്തിൽ ഇരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞുരുകുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ആ ഒരു നിഷ്കളങ്കതയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഈഗോ എല്ലാം വെടിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കാണുന്നത്. പക്ഷേ ആ ഒരു എനർജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഉള്ള ഒരു പേഴ്സണും കൂടിയാണ്. ദാറ്റ് മീൻസ് ഒരു മെച്യൂർ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കുട്ടിയിലേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥ, എനിക്കത് വേണം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സത്യസന്ധത ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞ് ഈ ഒരു പേഴ്സണ് ലൈഫില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കാം, മറ്റു പലരുടെയും മുഖം മൂടി ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ആ ഒരു റിജിഡിറ്റി എല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിനെല്ലാം ഇവിടെ ഒരു നമുക്ക് കാണാം ചേഞ്ച് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം റിസെപ്റ്റിവിറ്റിയാണ്. അതായത് എല്ലാം സ്വീകരിക്കാനുള്ള ഒരു കഴിവ്. അത് നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു കഴിവുണ്ടാവില്ല. അതായത് നമ്മൾ എല്ലാത്തിനോടും നോ പറഞ്ഞ് ഡിഫെൻസീവായിട്ട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. റിസെപ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാനായിട്ട്, അത് എല്ലാത്തിനെയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്.
എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവരിപ്പോൾ ഉള്ളതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരുപോലെയല്ല. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, എല്ലാത്തിനും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗുഡ് ലക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഒരു മൈൻഡിൽ നമുക്ക് ആ ഒരു മാറ്റം നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ കാണാനും ഉൾക്കൊള്ളാനും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു തരത്തിലാണ് ഈ വ്യക്തിയുടെ ഒരു എനർജി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു ആ ഒരു കൺട്രോളിങ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെള്ളംപിടുത്തം ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങളെ കാണാനായിട്ട് നമുക്കിവിടെ കഴിയുന്നത്. ഇവിടെ പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ എനർജിയും കൂടിയാണ്. ദാറ്റ് മീൻസ് ആ ഒരു റിയൂണിയൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിയൂണിയൻ്റെ സന്തോഷമായിരിക്കും. അതെല്ലാം ആ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവസാനമായിട്ട് നമുക്കിവിടെ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു വി ആർ ദ വേൾഡ് എനർജിയാണ്. അപ്പോൾ അതിൽ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മളാണ് ഒരു ലോകം എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക്, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുകയും മനസ്സുകൊണ്ട് കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത്രയും ഡീപ്പായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ എല്ലാ കാർഡ്സിനകത്തും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു തിരിച്ചറിവുണ്ടായതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിന് വന്ന മാറ്റമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ആ ഒരു എനർജീസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചിലവർക്കെങ്കിലും ചിലപ്പോൾ ഇതിനോടകം തന്നെ കോൺടാക്റ്റ് കിട്ടിയിട്ടുള്ളവരുണ്ടാവാം. കാരണം അത്രയും ഓപ്പണായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു പേഴ്സൺ തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടിത്തെറിപ്പിച്ച് വരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എനർജി എന്ന് തന്നെ പറയാം. നേരത്തെ നമ്മൾ സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ എടുത്തപ്പോൾ അവർ കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തതയിലിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ മാറിയിരുന്ന എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു. അപ്പോൾ ആ ഒരു അങ്ങനെ അനലൈസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. എത്ര പേർക്ക് ഇത് ഒന്നും കൂടി റെസനേറ്റ് ആവും എന്നുള്ളത് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ 4, കണ്ണൂർ. മകം നക്ഷത്രം, ലെറ്റർ എൻ. നമ്പർ 3030, Pisces zodiac sign, May month. Letter A. Number 23, number 12, August month. Number 28, number 2, Sagittarius zodiac sign, letter H, Gemini zodiac sign, October month. Number 10, number 31, number 18, പൂരുരുട്ടാതി നക്ഷത്രം, number 22, Trivandrum, letter G, number 29,
Number 13, Kollam district, Taurus zodiac sign. ആൻഡ് ഫൈനലി കാർത്തിക നക്ഷത്രം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള പല കാര്യങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് നോ കോൺടാക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണയുടെ പേരിലും മാറി നിന്നിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മാറി നിന്ന വ്യക്തികളുടെയൊക്കെ ഒരു എനർജിയാണ് കൂടുതലും കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.